ഹലോ, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും വരാൻ സാധിച്ചതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. എനിക്കും ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്നിവിടെയുള്ള എല്ലാവരും. ആശീർവാദ് പ്രൊഡക്ഷൻസ് ആണെങ്കിലും ഇതിൻ്റെ രാജകങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ഒപ്പമായാലും അമറക്ബർ ആന്റണി ആയാലും ഒക്കെ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും നല്ല മെമ്മറിയും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ലക്കുമായിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു. നമസ്കാരം. ആശീർവാദ് സിനിമാസിന്റെ 25th ഇയർ സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഞങ്ങൾക്കും ഭാഗ്യം കിട്ടി വർക്ക് ചെയ്യാനായിട്ട്. സോ ഹാപ്പി ഫോർ ഇറ്റ്. അപ്പോൾ ഇനിയും ആസ് എൻ ഓഡിയൻസ് ഇവരുടെ അടുത്ത് നിന്ന് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും ഞാനും പ്രതീക്ഷിക്കുന്നു. കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അതിനെക്കുറിച്ച് റിലീസിന് ശേഷം പറഞ്ഞാൽ പോലെ ഇല്ല, പ്രേക്ഷക നിലയിൽ ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ലാലേട്ടൻ്റെ ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു. അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞാനും എമ്പുരാനിൽ എന്തായിരിക്കും അറിയാനായിട്ട് വളരെയധികം കാത്തിരിക്കുകയാണ്. ഞാൻ എമ്പുരാനിൽ ഇല്ലാതായിരുന്നു. ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ലൈക്ക് എനി അതർ ഓഡിയൻസ് ആശീർവാദിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി 12th Man എന്ന സിനിമയിൽ ഞാനും ശിവരിയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ആൻഡ് ഭയങ്കര പീസ്ഫുള്ളി തീർന്നൊരു സിനിമയായിരുന്നു ഷൂട്ട് ചെയ്ത് തീർന്ന്. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ മൂവീസ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ലാലേട്ടൻ സ്റ്റാറിങ് മൂവി ആയിരുന്നു. അത് കാരണം തന്നെ അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ആൻഡ് വിത്ത് ദ എൻറ്റയർ ക്രൂ ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. ആൻഡ് ആശീർവാദിൻ്റെ എല്ലാ സിനിമകളും നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എസ്പെഷ്യലി ഫോർ എമ്പുരാൻ. താങ്ക് യു. ഹലോ, ഹായ് എല്ലാവരും നമസ്കാരം. സുഖല്ലേ? അപ്പോൾ ഇത് ആശീർവാദ് സിനിമാസ് തുടങ്ങിയിട്ട് 25 വർഷമാകുന്നതിന്റെ ആഘോഷം. എമ്പുരാന്റെ ടീസർ ലോഞ്ച് വന്നു. വളരെ ഭാഗ്യമായിട്ട് എനിക്ക് ഈ ലൂസിഫർ സിനിമകളുടെ ഷൂട്ടിന്റെ സമയത്തുള്ള കുറെ സമയം എനിക്ക് ചേട്ടനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് ആശീർവാദ് സിനിമാസിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കുറെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ 25 വർഷം ആഘോഷിക്കുന്നതിന് ഭാഗമാകാൻ സാധിക്കുന്നത് വലിയ സന്തോഷം. ലൂസിഫറിൽ ഭാഗമാകാൻ സാധിച്ചു. ഇപ്പോൾ എമ്പുരാനിലും ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളതിലും സന്തോഷം. അപ്പം ഇവരോട് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും സന്തോഷം. ബാക്കി അടുത്ത പരിപാടിയിലൊക്കെ കണ്ടുകഴിഞ്ഞു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഒന്ന്, ആശീർവാദ് ഫിലിംസിൻ്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 25 വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശംസകളും നേരാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റൊരു സന്തോഷം, എമ്പുരാൻ്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ്. അതിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനൊപ്പം, മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം, ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം, ഇതിനേക്കാളുപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം, ലാലേട്ടൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ളൊരു അവസരം കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് എമ്പുരാനിലൂടെ. അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എമ്പുരാൻ ടീമിലുള്ള എല്ലാവരും. അപ്പോൾ അതിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഹലോ, ഹായ്. ആശീർവാദിൻ്റെ 25th ആനിവേഴ്സറിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഭയങ്കര സന്തോഷം ഈ ഒരു ഇവൻസിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിൽ. താങ്ക് യു.
എന്താ എമ്പുരാൻ? യെസ്, എനിക്ക് തോന്നുന്നു ലൂസിഫർ കഴിഞ്ഞപ്പോൾ ഒരിക്കലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നല്ല. അപ്പോൾ ഇങ്ങനൊരു റോൾ ഉണ്ടായിരുന്നു, ചെറിയൊരു ഇതായിട്ട് ജാനുവിയുടെ ക്യാരക്ടറും വരുന്നുണ്ട് എമ്പുരാനിൽ. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വരുമ്പോൾ പോയി കാണും. Hi everybody, I'm Nikitas. Well, I'm very, very happy to be here on the 25th year celebration of Ashirwad Cinema. And best wishes for the founder, Mr. Anthony Firmbauer, and Mr. Mohanlal sir, the superstar. My best wishes to Prithvi Raj sir, and looking for a banger success of Lucifer to Piruma. Thank you. കണ്ടതിൽ സന്തോഷമുണ്ട്. ആശീർവാദ് സിനിമാസ് 25 വർഷമാണ്. എൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് ആശീർവാദിന്റെ 25 വർഷത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. അതിന്റെ ശുഭാശംസകൾ. നമസ്കാരം, എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രിയും കൂട്ടത്തിൽ എൻ്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ചും ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി. ഒബ്വിയസ്ലി ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ 25th ആനിവേഴ്സറി, ലൈക്കയുടെ മലയാളം ഡെബ്യൂ, എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഗ്ലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും വേണ്ടിയാണ്. സോ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് വാട്ട് യു സീ. താങ്ക് യു. வணக்கம். I am Mahal Triveni, director of Vidamayachi, starring So I'm happy and honored to be here and looking forward to the events of this day. Thank you so much. രണ്ട് ഫംഗ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്ന് എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ്. ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത്. ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം L2 അതിൻ്റെ ഒരു സീക്വലായിട്ട് എനിക്ക് വിചാരിക്കാം എന്നൊരു സിനിമയാണ്. ലൈക്കയുടെ പ്രൊഡക്ഷൻസ് ആദ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. UK, US, രാജ്യം. ആശീർവാദിൻ്റെ 34th ഫിലിമാണ്. അതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് എല്ലാ ഭാഷയിലും, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി. അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് 25 വർഷമാകുന്നു. അതൊരു വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ 25 വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി പകർന്നത്. ഒരുപാട് സിനിമകൾ, 34 സിനിമ എടുത്തു. 35ാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങിയാണ് സത്യനന്ദിക്കാരൻ്റെ. 25 വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. അതിലുപരി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഇവൻ കോവിഡ് സമയത്ത് പോലും ഞങ്ങൾ ഒരുപാട് 3-4 ചിത്രങ്ങൾ എടുത്തു. OTT വേണ്ടിയിട്ടാണ് എടുത്തത്, പക്ഷെ വീട്ടിൽ ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു. പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ആശീർവാദം ഇനിയും
വലിയ വലിയ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈക്കയ്ക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർക്കും വളരെ ഗുണകരമായി മാറട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. താങ്ക് യു വെരി മച്ച്.